പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിൻ്റെ ജീവിതം നന്നായിട്ട് പോയിട്ടില്ലെങ്കിലും അനിയുടെ ജീവിതം നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ആദർശ്. ഇപ്പം എന്തോ അവൻ്റെ കരച്ചിലാണ് കാണുന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ നന്ദുവിനും ചെറിയ വിഷമമാവുന്നുണ്ട്. പിന്നീട് ആദർശ് ഇങ്ങനെ പറയുകയാണ്, ലോക്കപ്പിൽ കിടക്കുന്ന ആളെ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദു പറയും ലോക്കപ്പ് ചെയ്തിട്ടില്ല, പുറത്തിരുത്തിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് നല്ല തല്ല് കൊടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നന്ദു പറയും വീട്ടിൽ കയറി കുറേ തല്ല് കൊടുത്തതല്ലേ, അതുകൊണ്ട് പിന്നെ തല്ലൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയും. ഞങ്ങൾ അയാളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. വേണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അനന്തപുരിയിലെ ചെറിയ മരുമകളുടെ അച്ഛനെ സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അമ്മ കൊടുത്ത സ്വർണം തന്നെ വേണമായിരുന്നോ തനിക്ക് തൻ്റെ കടം വീട്ടാൻ, പലിശക്കാരന് കൊടുക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട് എന്നിങ്ങനെ വേണു പറയാണ് കേട്ടോ. അപ്പോൾ എന്ത് കഥ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അതൊക്കെ കള്ളക്കഥയായിരിക്കും എന്ന് നൈനയും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ നടന്നത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാം, എന്നെ ഈ കേസിൽ നിന്ന് ഊരി തരണം എന്നൊക്കെ ആദർശിനോട് വേണു പറയുകയാണ്. ആദർശാണെങ്കിലും വേണുവിനോട് പറയുന്നുണ്ടായിരുന്നു തനിക്കോ തൻ്റെ മകൾക്കോ അനന്തപുരിയിലേക്ക് കയറി വരാനുള്ള ഒരു യോഗ്യതയില്ല, അതറിഞ്ഞു വെച്ചുകൊണ്ട് മകളെ അങ്ങോട്ട് കടത്തി വിട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. തനിക്ക് അന്തസ്സുണ്ടോ ആത്മാഭിമാനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വേണുവിനെ ആകെ നാണം കെടുത്തുന്നുണ്ടായിരുന്നേ. അപ്പം എന്തായാലും കേസിൽ നിന്ന് ഊരി കൊടുക്കണമെന്നൊക്കെ വേണു പറയുമ്പോൾ പിന്നീട് അവർ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അയാൾ കുറ്റസമ്മതം നടത്തി ഇത് കേസാക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു നമ്മൾ അയാൾക്ക് ഓരോ സൗജന്യം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിൻ്റെ നന്ദിയൊന്നും അയാൾക്കും അയാളുടെ മകൾക്കും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ നന്ദി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അവരെക്കാളും ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അതുപോലെ തന്നെ അബിയുടെയും ജലജയുടെയും കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റൊരുത്തൻ ചെയ്ത പാപം കൂടി ഞാൻ ഏറ്റെടുത്തിരിക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ കേസില്ലാതെ വിട്ടേക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും ആ നെക്ലേസ് എടുത്ത് അതുപോലെ തന്നെ നൈനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് തന്നെ കൊടുത്തേക്കെന്ന് പറയും കേട്ടോ. അപ്പോൾ നെക്ലേസ് മോഷണം പോയി എന്ന് പറഞ്ഞ സീൻ ഉണ്ടാക്കിയത് അനാമികയാണല്ലോ. അത് നൈന പറയുമ്പോൾ ആദർശ് പറയാണ് അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആരും ഇത് അറിയാൻ പോവില്ലായിരുന്നു, അങ്ങനെ സ്വർണ്ണക്കട നടത്തുന്നവരായതുകൊണ്ട് വീട്ടിലുള്ള സ്വർണത്തിൻ്റെ കണക്കൊന്നും ആരും ഇങ്ങനെ എടുക്കാറില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് മോഷണം പോയി എന്ന് അനാമിക പറഞ്ഞുകൊണ്ടാണല്ലോ ഇതെല്ലാവരും അറിഞ്ഞത്. പിന്നീട് നന്ദു പറയാണ് എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് ഈ നെക്ലേസ് മോഷണം പോയപ്പോൾ എൻ്റെ ചേച്ചിമാരെയും എൻ്റെ അമ്മേനെയൊക്കെയാണല്ലോ അവിടെ പലരും പഴിച്ചത്, അതുകൊണ്ട് എനിക്ക് സത്യം അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ നന്ദു പറയുമ്പോൾ ആദർശവും അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് മോൾ അന്വേഷിച്ചതുകൊണ്ട് സത്യം കണ്ടെത്താൻ പറ്റിയല്ലോ, യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയതിന് മോൾക്ക് ഏട്ടൻ്റെ വകയൊരു ചിലവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സമയം എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ നന്ദു പറയുകയാണേ. പിന്നീട് അതുപോലെ തന്നെ അനിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു, അവരുടെ ജീവിതം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഇടയിൽ ഒരു കുഞ്ഞില്ലാത്തത് നന്നായി, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വെച്ച് ബാർഗെയിൻ ചെയ്തേനെന്നും ആദർശ് പറയുന്നുണ്ട് കേട്ടോ നന്ദുവിനോട്. പിന്നീട് വേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വേണു ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കേസ് പിൻവലിച്ചതിന് നന്ദിയുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെ തകരാൻ പാടില്ല, ഒരു അപേക്ഷയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറയാണ് കേട്ടോ. അപ്പോൾ തൻ്റെ മകളുടെ ജീവിതം തകർക്കുന്നത് നീയും അതുപോലെ തന്നെ നിൻ്റെ ഭാര്യയും നിൻ്റെ മകളും ഒക്കെ കൂടെ തന്നെയാണ്, അല്ലാതെ ഞങ്ങളല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നൈന ഇങ്ങനെ വേണുവിനോടും പറയുന്നുണ്ടായിരുന്നു ഈ മാല മോഷണം പോയി എന്ന് പറഞ്ഞ് അവളാണ് അവിടെ ഒരു സീൻ ഉണ്ടാക്കിയത്, ഞാനും എൻ്റെ വീട്ടുകാരുമാണ് ആ നെക്ലേസ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അവളങ്ങനെ അവിടെ ഒരു സീൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതാരും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വേണു പറയും അവൾ കൊച്ചുകുട്ടിയല്ലേ എന്ന് പറയും. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ല, അവളുടെ സ്വഭാവവും അതുപോലെ തന്നെ പ്രവൃത്തിയൊന്നും അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയും കേട്ടോ. പിന്നെ ഇങ്ങനെ അത് മാത്രമല്ല ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ പലിശക്കാരൻ വീണ്ടും പണം ചോദിച്ചു വരും എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, ഞാൻ അയാളുടെ പണം എല്ലാം ഇന്നെ കടെല്ലാം ഇന്നെ കൊടുത്ത് തീർക്കും എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നേരത്തെ ആയിക്കൂടായിരുന്നു, എൻ്റെ അമ്മ കൊടുത്ത നെക്ലേസ് എടുത്ത് ഇങ്ങനെ പലിശക്കാരന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് തൽക്കാലം അയാളെ ഒന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടി എടുത്തു കൊടുത്താണെന്ന് പറയും കേട്ടോ. ഞാനത് തിരിച്ചെടുത്തേനെന്ന് പറയുമ്പോൾ വീണ്ടും കള്ളങ്ങളുടെ പുറത്ത് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് നൈന പറയുകയാണ്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു അനിയനെ കുറിച്ചാട്ടോ പറയുന്നത്, എൻ്റെ അനിയൻ എന്തായാലും പെട്ടുപോയി, ഇനിയിപ്പോൾ അവനെന്തോ ഒരു ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് രണ്ടുപേരും മുറിയിൽ രണ്ടായിട്ട് കഴിയുന്നത്, ഇനിയിപ്പോൾ അവരോട് സ്നേഹിക്കാനൊന്നും ഞാൻ പറയില്ല, അതിൻ്റെ ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് അവരങ്ങ് പോകുമ്പോൾ വേണം മനസ്സിലോർക്കുകയാണ് അല്ലെങ്കിലും എൻ്റെ മകൾ നിൻ്റെ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കാനൊന്നും പോകുന്നില്ല, തൽക്കാലം അവളെ പെട്ടെന്ന് പുറത്താക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് താഴ്ന്നു തന്നതാണ് എന്നിങ്ങനെ മനസ്സിലോർക്കുകയാണ്. പിന്നീട് നൈനയും ആദർശും കൂടെ അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അനാമിക അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവയാനിയും ജലജിയും നവ്യൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം നൈന പറയും ദേവയാനിയോട് അമ്മ എന്നെപ്പോലും ഒഴിവാക്കിയിട്ട് ഇവൾക്ക് സ്നേഹത്തോടെ കൊടുത്ത നെക്ലേസ് അല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ.
പിന്നീട് വേണുവിനെ കസ്റ്റഡിയിൽ എടുത്ത കാര്യമൊക്കെ പറയാണ്. അനാമിക എന്തായാലും സമ്മതിച്ചു കൊടുക്കൂല്ലോ കേട്ടോ. അനാമികയാണ് അത് എടുത്ത് വേണുവിന് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ പിന്നെ നിന്റെ അച്ഛനെ എന്തിനാടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസ് ആരാ, നന്ദു അല്ലേ, അവൾക്ക് എൻ്റെ അച്ഛനോടും അമ്മേനോടും ഭയങ്കര വിരോധമാണല്ലോ, അവളിങ്ങനെ SI ആവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്തതാണ് ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരാളെ ഇങ്ങനെ പ്രതിയാക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, നന്ദുവിനെ പോലെ ഒരുത്തി വിചാരിച്ചാൽ അതൊക്കെ നടക്കും എന്ന് പറയുമ്പോൾ പിന്നെ ഈ നെക്ലേസ് എങ്ങനെയാണ് തിരിച്ചു കിട്ടിയതെന്ന് ചോദിക്കും കേട്ടോ. അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, എന്നിട്ട് ഇപ്പം അത് പലിശക്കാരനെ എടുത്തു കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ കൊടുത്തതാണെന്ന് പറയാൻ പറഞ്ഞതായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ അനാമിക പറയുന്നത്. അപ്പോഴും അനാമിക അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. പിന്നീട് ഇങ്ങനെ അത് മാത്രമല്ല, നിൻ്റെ അച്ഛൻ ഇങ്ങനെ പലിശയ്ക്ക് ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് അയാളെ പറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ നെക്ലേസ് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനാമിക അതങ്ങ് സമ്മതിച്ചു കൊടുക്കില്ല. ജാനകിക്കാണെങ്കിലും ഇവർ പറയുന്നതൊന്നും വിശ്വാസമില്ല കേട്ടോ. ജാനകി പറയുന്നുണ്ടായിരുന്നു ഓരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് എന്നാണ് കേട്ടോ പറയുന്നത്. അത് വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമകളും അവളുടെ വീട്ടുകാരും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയും കേട്ടോ. ജലജയാണെങ്കിലും അനാമികയുടെ കൂടെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. എന്നിട്ട് ദേവയാനി ഇങ്ങനെ പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഇതിനൊക്കെ എന്തിനാ ഈ കൂട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ അത് മാത്രമല്ല, നയനെ ചോദിക്കുകയാണ്, ഇപ്പം കേസില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരായി എന്ന് ചോദിക്കും കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ കേസ് കൊടുക്കാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോടതി കയറാൻ പോകുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെ ആയിരിക്കും എന്ന് അനാമികയോട് പറയുമ്പോൾ അനാമികയ്ക്ക് ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇനി കുടുംബത്തിൻ്റെ അകത്ത് താളപ്പിഴകൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പലതും മനസ്സിലൊതുക്കി വെച്ച് നടക്കുന്നത്. ഇനിയിപ്പോൾ വെറുതെ ഞങ്ങളെ വാശി കയറ്റരുത്, എന്നാൽ പിന്നെ കോടതി കയറാൻ പോകുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. ആദർശ് അങ്ങനെ പറയുമ്പോൾ തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, വിട്ടുകള മോനെ, നയനയുടെ വീട്ടുകാരും തെറ്റിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയും. പിന്നെ ആദർശ് പറയാണ്, എന്തായാലും എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെയും കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. ആദർശ് അത് പറഞ്ഞിട്ട് പോകുന്ന സമയത്താണെങ്കിൽ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കോടതിയൊന്നും പേടിയൊന്നുമില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, അവനെ വെറുതെ വാശി പിടിപ്പിക്കാൻ നിൽക്കണ്ട, ഈ വീട്ടിലിങ്ങനെ കോടതിയും വഴക്കൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കുന്ന 2 പേരുണ്ടെന്ന് നിങ്ങളും കൂടെ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നെ അത് മാത്രമല്ല, അനാമികയാണെങ്കിലും പറയാണ്, ഇനിയും ഇതുപോലുള്ള ഓരോരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വരും, നന്ദു SI ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ നീ പറയണ്ടെന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ. നന്ദു നിയമം വിട്ടൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ മരുമകളും അവളുടെ വീട്ടുകാരെയാണോ കുറ്റക്കാരി എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട് കേട്ടോ. ജാനകിയാണെങ്കിലും അതൊന്നും വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് ദേവയാനി ആണെങ്കിലും മാല മോഷണം പോയ സമയത്ത് അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓർക്കുകയാണ് കേട്ടോ. വല്യമ്മ തന്ന മാല കാണാനില്ല, ഇന്ന് അവളും ആരുടെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ 2 പേർക്കും കമ്മലൊക്കെ കൊണ്ടു കൊടുത്തായിരുന്നല്ലോ, അതുകൊണ്ട് അവര് സംശയം ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്, അനിയുടെ പെണ്ണാണെന്ന് വിചാരിച്ച് ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിച്ചതാണ്, എന്നിട്ട് അവൾ ചെയ്തതോ എൻ്റെ മരുമകളുടെ വീട്ടുകാരെ ഇങ്ങനെ കുറ്റക്കാരാക്കാൻ നോക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം നയനിയാണെങ്കിലും നവ്യയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നവ്യ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ തെറ്റ് ചെയ്തവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, ഞാൻ അനാമികയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ അവിടെ നിന്ന് എണീറ്റിട്ട് പറയുന്നുണ്ടായിരുന്നു, അവളുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ ഞാൻ അവളെയും അവളുടെ ശത്രുക്കളെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആ ചന്തുമോള് ആണെന്ന് പറയും കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ കുഞ്ഞിനെ മറന്ന് ചന്തുമോളെ സ്നേഹിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് അറിയാലോ, ചേച്ചിയുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ അവളുടെ അമ്മയും അവളും കൂടെ ഇല്ലാതാക്കാൻ നോക്കിയത്, ഇങ്ങനെ ചേച്ചി കുടിക്കേണ്ട പാലാണ് അന്ന് ആദർശേട്ടൻ്റെ അമ്മ എടുത്ത് കുടിച്ചത്, ആ കാര്യമൊക്കെ അറിയാലോ. അത് മാത്രമല്ലല്ലോ, അന്ന് ആ നെക്ലേസ് മോഷണം പോയ സമയത്ത് നമ്മുടെ അമ്മ എടുത്തു എന്നല്ലേ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ നയനെ പറഞ്ഞു കൊടുക്കുമ്പോഴും നവ്യയ്ക്കാണെങ്കിലും ചന്തുമോളെ നയനെ സ്നേഹിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം അതിനെക്കുറിച്ചാണ് നവ്യ പറയുന്നത്, ഇങ്ങനെ ചന്തുമോളെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആദർശേട്ടൻ അവളുടെ അച്ഛനാണ്, പക്ഷേ നീ എന്ത് കണ്ടിട്ട് അവളെ സ്നേഹിക്കുന്നത്, അനഘ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്, അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ചന്തുമോള് നിന്നെയാണ് അമ്മയെന്ന് വിളിക്കുന്നത്, നിനക്കതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ,
എന്നൊക്കെയാണ് കേട്ടോ നവ്യ ചോദിക്കുന്നത്. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു ഇതിന് മറുപടി പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി എന്ന് പറയുമ്പോൾ നിനക്ക് തുറന്നു പറയാൻ പറ്റില്ല, കാരണം അയാളുടെ ഭാഗത്ത് അത്രയ്ക്കും വലിയ തെറ്റുണ്ട്. അയാളൊരു പെണ്ണിൻ്റെ പിറകെ നടക്കുന്ന ആളാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അയാൾക്ക് എപ്പോഴും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് എങ്ങനെയാണ് പറ്റിയതെന്ന് നിന്നോട് അയാൾ പറഞ്ഞു കേൾപ്പിച്ചും കാണും എന്ന് പറയാണ് കേട്ടോ. വലിയൊരു തെറ്റ് ചെയ്തവർക്ക് ഇങ്ങനെ വലിയൊരു കള്ളം പറയാനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നീ അത് വിശ്വസിച്ചുകൊണ്ടാണ് അയാളുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ എനിക്ക് ഈ ചേച്ചിനോട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല, മോനെ ഇങ്ങനെ ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് അങ്ങ് വാങ്ങിക്കൂ കേട്ടോ. നിന്റെ മകൾ ഇപ്പോൾ സ്കൂളിൽ പോയതാണല്ലോ, അതുകൊണ്ട് എൻ്റെ മകനെ എടുക്കാനൊക്കെ സമയം കാണുമെന്ന് പറയും. അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചന്തമോളെയും ചേച്ചിയുടെ മോനെയും വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല, പിന്നെ ഞാൻ ഇങ്ങനെ മോള് ഇവിടെ ഉള്ള സമയത്ത് മോനെ എടുത്തു പോയാലും മോള് വാവേ എന്നൊക്കെ വിളിച്ച് വരും, അത് ചേച്ചിക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അറിയാലോ, എന്നാൽ പിന്നെ അവളുടെ അടുത്തേക്ക് എൻ്റെ മോനെ കൊണ്ടുപോവുകയും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവളെ അടിക്കുമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ പാപം ചേച്ചിക്ക് തന്നെ കിട്ടുമെന്നും നയന പറയുന്നുണ്ട്. പിന്നീട് ദേവയാനിയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ജയൻ വരുന്നത്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ദേവയാനി ജയനോട് പറയുമ്പോൾ ഞാനെല്ലാം അറിഞ്ഞു, ആദർശ് എന്നോടെല്ലാം പറഞ്ഞു, ഒരു സമയത്ത് നീ നമ്മുടെ മരുമകളെ മറന്ന് അവളെങ്ങനെ തലയിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് നടന്നതല്ലേ എന്നൊക്കെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ജയൻ. പിന്നെ അത് മാത്രമല്ല, ദേവയാനി ഇങ്ങനെ വേണുവിന് ഇത്രയും കടബാധ്യതയൊക്കെ ഉണ്ടോയെന്ന് ജയനോട് ചോദിക്കുകയാണ്. അന്നിങ്ങനെ എനിക്ക് വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജയനോട് പറയുമ്പോൾ ഇത്രയും ഇങ്ങനെ ആസ്തിയുള്ള ആൾ ഇങ്ങനെ പലിശയ്ക്ക് കടം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ അന്നേ പറഞ്ഞതാണ് ഇങ്ങനെ അയാളുടെ സംസാരവും ഇതൊക്കെ കേട്ടപ്പോൾ അവരത്ര നല്ല കൂട്ടരൊന്നും അല്ല എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് അനാമികയുടെ സ്വർണം എവിടെയാ ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, അതും അവരുടെ കസ്റ്റഡിയിലാണെന്ന് തോന്നുന്നുണ്ടെന്ന് ദേവയാനി പറയും. എന്നാൽ പിന്നെ അതും ഇങ്ങനെ കടക്കാർക്ക് കൊടുത്തു കാണുമെന്ന് ജയൻ പറയാണ്. സത്യം പറഞ്ഞ അനീനെ അങ്ങ് മുക്കി എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് അനാമിക അന്ന് വേണുവിനിങ്ങനെ മാല എടുത്ത് കൊടുത്ത സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. ഒന്ന്, അവളുടെ അച്ഛൻ്റെ കടം വീട്ടാൻ ശ്രമിച്ചു, അതേസമയം നമ്മുടെ മരുമകളെ അവളുടെ വീട്ടുകാരെയും കുറ്റക്കാരാക്കാനും അവൾ നോക്കി എന്നും കൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്കും ആകെ വിഷമാവുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പ്രൊമോ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ അനാമികയുടെ അവളുടെ വീട്ടുകാരുടെയും കള്ളം പൊളിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ അനാമികയ്ക്കും എനിക്കും കൂടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ പോയി നോക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് അനാമിക ഇങ്ങനെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ കള്ളം പൊളിയോ എന്നുള്ളത്. അപ്പൊ ദേവയാനി ആ കള്ളം പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. വേണും രേവതിയും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവരോട്, അന്ന് ഇങ്ങനെ എനിക്കും അനാമികയ്ക്കും വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ, അത് സത്യം തന്നെയാണോ എന്ന് അവരോട് ചോദിക്കുന്നതൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ.